ഇപ്പോൾ ഞാൻ ആ വീടിൻ്റെ ലീഗൽ ഓണറാണ്. ഞാനിപ്പോൾ ഇനിയിപ്പോൾ ശ്രീജിത്തും ശ്യാംജിത്തും സഞ്ജിത്തും ആ പ്രമാണം ആ വീട് വിൽക്കുകയോ അല്ലെങ്കിൽ കൈമാറ്റം ചെയ്യുകയോ എന്ത് ചെയ്യണമെന്നുണ്ടെങ്കിലും എൻ്റെ ഒപ്പുകൂടി വേണ്ട സാഹചര്യം. അതുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുടെ സാക്ഷ്യപത്രം, മറ്റ് സർട്ടിഫിക്കറ്റ്, ആധാർ കാർഡ് അടക്കമുള്ള വിവരങ്ങൾ കൃത്യമായിട്ട് ഓൺലൈനിൽ സമർപ്പിച്ചുകൊണ്ടാണ് ശ്രീനാദേവി കുഞ്ഞമ്മ റേഷൻ കാർഡിൽ പേര് ചേർത്തത് എന്നുള്ള കാര്യമാണ് നിലവിൽ വിവരാവകാശ രേഖയിലൂടെ പുറത്തു വന്നിരിക്കുന്നത്. ശ്രീനാദേവി കുഞ്ഞമ്മ, അങ്ങനെ ശ്രീനാദേവി കുഞ്ഞമ്മയുടെ റേഷൻ കാർഡിലെ പേര് ചേർത്തിട്ടുള്ളത് വ്യാജമല്ല എന്ന് തെളിഞ്ഞിരിക്കുകയാണ് വിവരാവകാശ കമ്മീഷൻ. അപ്പോൾ കഴിഞ്ഞ ഇലക്ഷനൊക്കെ മുമ്പ് നമ്മൾ കണ്ടതാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ രാഹുൽ മാങ്കൂട്ടം എന്നൊരു വ്യക്തിയുടെ ഒരു പ്രശ്നത്തിലേക്കാണ് ശ്രീനാദേവി കുഞ്ഞമ്മയുടെ ഒരു കടന്നുവരക്കും. അതിനൊക്കെ ശേഷമാണ് പിന്നെ ശ്രീനാദേവി കുഞ്ഞമ്മ എല്ലാവരും അറിയുന്നത്. CPI വിട്ടിട്ട് നേരെ കോൺഗ്രസിലേക്ക് വന്ന ഒരാളാണ്. എനിക്ക് തോന്നുന്നു CPIയുടെ ഏറ്റവും വലിയ നഷ്ടം തന്നെയാണ് ശ്രീനാദേവി കുഞ്ഞമ്മയെ പോലുള്ള ഇതുപോലുള്ള നട്ടലുള്ളൊരു ഒരു നേതാവിനെ. കാരണം ഇവർ എടുത്ത് കളഞ്ഞത് അല്ലേ, കളഞ്ഞതല്ല, പുള്ളിക്കാരി അവിടെ നിന്ന് വേണ്ടാന്ന് പറഞ്ഞിട്ട് കോൺഗ്രസിലേക്ക് മാറിയതാണ്. അപ്പം അത് ശ്രീനാദേവി തന്നെ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ കാരണങ്ങളും എന്തൊക്കെ CPIയിൽ നടക്കുന്ന അഴിമതികളൊക്കെ കണ്ട് മടുത്തെന്ന് പറഞ്ഞിട്ടൊക്കെയാണ് ഈ പറഞ്ഞിട്ടുള്ള ശ്രീനാദേവി കുഞ്ഞമ്മ കോൺഗ്രസിലേക്ക് വന്നിട്ടുള്ളത്. എന്നാലും CPIന് അതൊരു കോട്ടവും കോൺഗ്രസിന് ഒരു നേട്ടവും ആയെന്നുണ്ടെങ്കിൽ പറയാം. കാരണം നട്ടലുള്ളൊരു വനിതാ നേതാവ് തന്നെയാണ് ശ്രീനാദേവി കുഞ്ഞമ്മ, അതിനകത്ത് യാതൊരു സംശയമില്ല. അപ്പം ഇവിടെ ശ്രീനാദേവി കുഞ്ഞമ്മയായിട്ട് ബന്ധപ്പെട്ട് റേഷൻ കാർഡ് വിവാദം നമ്മളെല്ലാവരും കണ്ടതാണ്. റേഷൻ കാർഡിൽ പേര് ചേർത്തിട്ടുള്ളത് വ്യാജമായിട്ടാണെന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര വിവാദമായതായിരുന്നു. അപ്പം അതിനൊക്കെ ഇപ്പം അതൊന്നും രംഗത്ത് അങ്ങനെ ഈ ശ്രീനാദേവി കുഞ്ഞമ്മയായിട്ട് ബന്ധപ്പെട്ട ശ്രീനാദേവി കുഞ്ഞമ്മയുടെ റിലേറ്റീവ്സൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ശ്രീനാദേവി കുഞ്ഞമ്മയുടെ പേര് വ്യാജമായിട്ട് ചേർത്തതാണെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം എന്തായാലും അതിനൊക്കെ ഒരു തിരിച്ചടി കിട്ടിയിരിക്കുകയാണ്. അപ്പോൾ വിവരാവകാശ കമ്മീഷൻ ഇത് രേഖകളെല്ലാം പരിശോധിച്ച് അതിൽ നിന്ന് വ്യക്തമായത് ശ്രീനാദേവി കുഞ്ഞമ്മയുടെ പേര് റേഷൻ കാർഡിൽ വ്യാജമായിട്ട് ചേർത്തതല്ല, രേഖകളെല്ലാം ഉൾപ്പെടുത്തി അത് അതിൻ്റേതായിട്ടുള്ള രീതിയിൽ ചേർത്തതാണെന്നാണ് ഇപ്പം വെളിയിൽ വന്നേക്കുന്ന വിവരങ്ങൾ. എന്തായാലും ഞാനൊരു വാർത്ത വെച്ച് തരാം. പിന്നെ ശ്രീനാദേവി കുഞ്ഞമ്മയായിട്ട് കാര്യം പറയുവാണെങ്കിൽ നമ്മൾ കണ്ടേ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കേസിലൊക്കെ ഒരുപാട് സപ്പോർട്ട് ചെയ്ത് മുമ്പോട്ട് വന്ന വ്യക്തിയാണ്. അതുപോലെ ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള ഈ പരാതി നിൽക്കുന്ന സമയത്ത് തന്നെ റിനിയുടെ വായടപ്പിക്കുന്ന സംഭവങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. 12 മണിയുടെ സീക്രട്ട് ചാറ്റൊക്കെ പുറത്തോട്ട് കൊണ്ടുവന്നതും അത് വന്നതോടുകൂടി ശ്രീനാദേവി കുഞ്ഞമ്മ വന്നതോടുകൂടി റിനി കണ്ടം വഴി ഓടി ഇതൊക്കെ നമ്മൾ കണ്ടതാണ്. ഓക്കെ, എന്തായാലും ഞാൻ ആ ഒരു വാർത്ത ഇവിടെ വെച്ച് തരാം. റേഷൻ കാർഡിലെ പേര് ചേർക്കൽ വ്യാജമല്ല എന്ന് പറഞ്ഞിട്ട് വന്നിട്ടുള്ളൊരു വാർത്ത. അപ്പോൾ എന്തായാലും നമുക്ക് കണ്ടുപോകാം. പത്തനംതിട്ടയിലെ കോൺഗ്രസ് ജില്ലാ പഞ്ചായത്ത് അംഗം ശ്രീനാദേവി കുഞ്ഞമ്മ റേഷൻ കാർഡിൽ പേര് ചേർത്തത് വ്യാജമായിട്ടല്ലെന്ന് വിവരാവകാശ രേഖ. അപേക്ഷയിൽ കാർഡുടമയുടെ സമ്മതപത്രം ഉണ്ടായിരുന്നു. ഉടമയുമായി ബന്ധം തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് പകർപ്പും ആധാർ കാർഡിൻ്റെ പകർപ്പും സമർപ്പിച്ചിരുന്നെന്നാണ് വിവരാവകാശ രേഖ വ്യക്തമാക്കുന്നത്. വിവരങ്ങളുമായി പത്തനംതിട്ടയിൽ നിന്ന് ഷിജോ കുര്യൻ ചേരുന്നു. ഷിജോ കുര്യൻ, എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ദിലീപ് കുമാർ, പത്തനംതിട്ട ജില്ലയിലെ ജില്ലാ പഞ്ചായത്ത് അംഗവും കോൺഗ്രസ് നേതാവുമായിട്ടുള്ള ശ്രീനാദേവി കുഞ്ഞമ്മ റേഷൻ കാർഡിൽ പേര് ചേർത്തത് വ്യാജമായിട്ടാണ്. അതുവഴി വോട്ടേഴ്സ് ലിസ്റ്റിലേക്ക് ശ്രീനാദേവി കുഞ്ഞമ്മ കടന്നു കയറുകയാണ് ചെയ്തത്. അത് വളരെ വലിയ തരത്തിൽ വിവാദമായതാണ്. എന്നാൽ ഇപ്പോൾ നിലവിൽ ശ്രീനാദേവി കുഞ്ഞമ്മയ്ക്ക് ഒരു താൽക്കാലിക ആശ്വാസം എന്ന നിലയിലാണ് ഇപ്പോൾ വിവരാവകാശ രേഖ പുറത്തു വന്നിരിക്കുന്നത്. ശ്രീനാദേവി കുഞ്ഞമ്മ ഈ പറയുന്ന റേഷൻ കാർഡിൽ തന്റെ പേര് ചേർത്തത് വ്യാജമായിട്ടല്ല എന്ന് തെളിയിക്കുന്നതാണ് നിലവിൽ പുറത്തു വന്നിരിക്കുന്ന വിവരാവകാശ രേഖ. പറയുന്നത് ഈ റേഷൻ കാർഡ് ഉടമയുടെ സമ്മതപത്രം, അതുപോലെ തന്നെ അവരുമായിട്ട് ബന്ധം തെളിയിക്കുന്ന ഏറത്ത് വില്ലേജ് ഓഫീസറുടെ അല്ലെങ്കിൽ ഏറത്ത് ബന്ധപ്പെട്ട അധികൃതരുടെ റിലേഷൻസ് തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ്, അതുപോലെ തന്നെ ആധാർ കാർഡ്, ഇതടക്കമുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് നൽകിക്കൊണ്ട് ഓൺലൈനായിട്ട് സമർപ്പിച്ചുകൊണ്ടാണ് ശ്രീനാദേവി കുഞ്ഞമ്മ ഈ റേഷൻ കാർഡിൽ തൻ്റെ പേര് ചേർത്തത് എന്നുള്ള കാര്യമാണ് ഈ വിവരാവകാശ രേഖയിലൂടെ പുറത്തു വരുന്നത്. പക്ഷേ അപ്പോഴും ഈ പറയുന്ന റേഷൻ കാർഡ് ഉടമയുടെ മക്കൾ ഗുരുതരമായിട്ടുള്ള ആരോപണം ഉന്നയിച്ചത് ഈ വ്യാജ രേഖ ചമച്ചുകൊണ്ടാണ് ശ്രീനാദേവി കുഞ്ഞമ്മ റേഷൻ കാർഡിൽ തൻ്റെ പേര് ചേർത്തത്. തങ്ങൾക്കാർക്കും ഇതറിയില്ല, അങ്ങനൊരു ഈ പറയുന്ന ശ്രീനാദേവി കുഞ്ഞമ്മയായിട്ട് തങ്ങളുടെ അമ്മയ്ക്കോ തങ്ങൾക്കോ യാതൊരു വിധത്തിലുള്ള ബന്ധവുമില്ല. അപ്പോൾ വ്യാജരേഖ ചമച്ചുകൊണ്ടാണ് ശ്രീനാദേവി റേഷൻ കാർഡിൽ കടന്നുകൂടിയത് എന്നുള്ള ആരോപണമായിരുന്നു റേഷൻ കാർഡ് ഉടമയുടെ മക്കൾ ആരോപണമായിട്ട് ഉന്നയിച്ചിരുന്നത്. നിലവിൽ എന്തായാലും ഈ മരണപ്പെട്ട റേഷൻ കാർഡ് ഉടമയുടെ സമ്മതപത്രം, ശ്രീനാദേവിയുമായി ബന്ധപ്പെട്ട് അവർക്കുള്ള ബന്ധമടക്കമുള്ള കാര്യങ്ങൾ തെളിയിക്കുന്ന സമ്മതപത്രം, അതുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുടെ സാക്ഷ്യപത്രം, മറ്റ് സർട്ടിഫിക്കറ്റ്, ആധാർ കാർഡ് അടക്കമുള്ള വിവരങ്ങൾ കൃത്യമായിട്ട് ഓൺലൈനിൽ സമർപ്പിച്ചുകൊണ്ടാണ് ശ്രീനാദേവി കുഞ്ഞമ്മ റേഷൻ കാർഡിൽ പേര് ചേർത്തത് എന്നുള്ള കാര്യമാണ് നിലവിൽ വിവരാവകാശ രേഖയിലൂടെ പുറത്തു വന്നിരിക്കുന്നത്. അതേസമയം ഇപ്പോഴും
നേരത്തെ ഈ പറയുന്ന റേഷൻ കാർഡ് ഉടമയുടെ മക്കൾ ഉന്നയിച്ച ആരോപണത്തിൽ അവർ ഉറച്ചു നിൽക്കുകയാണ്. വ്യാജമായിട്ട് ഈ രേഖകൾ ചമച്ചുകൊണ്ടാണ് ശ്രീനാദേവി കുഞ്ഞമ്മ ഈ റേഷൻ കാർഡിൽ കടന്നുകൂടിയതെന്നാണ് അവരുടെ ആരോപണം. അതിനകത്ത് അവർ ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നു. എന്തായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിലവിൽ പോലീസ് സ്റ്റേഷനിലും കോടതിയിലടക്കം കേസ് നടക്കുകയാണ്. അതിനകത്ത് അന്വേഷണം നടക്കുന്നുണ്ട്. ഈ രേഖകൾ സമർപ്പിച്ചുകൊണ്ട് പേര് ചേർത്തതാണ് എങ്കിൽ പോലും ഈ രേഖകളുടെ സാധുത എത്രമാത്രമുണ്ട്, ഇത് നിയമപരമായിട്ട് രേഖകൾ ഉണ്ടാക്കിയതാണോ, അതിലടക്കമുള്ള കാര്യങ്ങളിൽ അന്വേഷണം നടക്കുകയാണ്. നിലവിൽ ശ്രീനാദേവിക്ക് ഒരു താൽക്കാലിക ആശ്വാസമാണ് ഈ രേഖകൾ സംബന്ധിച്ച കാര്യത്തിൽ. ഇത് താൽക്കാലികമായിട്ടുള്ളൊരു ആശ്വാസം എന്ന് പറയാൻ പറ്റത്തില്ല. കാരണം രേഖകളെല്ലാം പരിശോധിച്ചു, രേഖകളെല്ലാം നൽകിയിട്ടുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിനകത്ത് പിന്നെ അതിൽ കൂടുതൽ എന്ത് പറയാനാണ്. അപ്പം ഇതെന്തായാലും ഇലക്ഷൻ്റെ സമയം അടുത്തപ്പോഴത്തേക്ക് എനിക്ക് തോന്നുന്നു. അതുമാത്രമല്ല, രാഹുലിൻ്റെ വിഷയത്തിൽ, രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയത്തിൽ ശ്രീനാദേവി എടുത്തിട്ടുള്ള നിലപാട് ഇപ്പോഴും രാഹുലിൻ്റെ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് എവിടെ ശ്രീനാദേവി കുഞ്ഞമ്മയെടുത്ത് ചോദിച്ചാലും ആ ഒരു ഒറ്റ സ്റ്റാൻഡ്, ആ ഒരു നിലപാടിൽ ഉറച്ചു നിൽക്കുന്ന ശ്രീനാദേവി കുഞ്ഞമ്മയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്, അല്ലേ? കോൺഗ്രസിന് ഞാൻ പറഞ്ഞത് നട്ടലുള്ളൊരു വനിതാ നേതാവ് തന്നെയാണ്, അതിനകത്ത് യാതൊരു സംശയമില്ല. അതാണ് പറഞ്ഞ CPIയുടെ കോട്ടവും അതുപോലെ ഈ പറഞ്ഞിട്ട് UDFിൻ്റെ ഒരു നേട്ടമാണ്. CPI വിട്ട് UDFിലോട്ട് വന്നപ്പോഴത്തേക്ക് UDFിൻ്റെ ഒരു നേട്ടം തന്നെയാണ് ഒരു വനിതാ നേതാവെന്ന് വേണമെങ്കിൽ പറയാം. കാരണം എടുക്കുന്ന നിലപാടും പുള്ളിക്കാരി സംസാരിക്കുന്നതൊക്കെ ആ ഒരു രീതിയൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഒരു രക്ഷയില്ലാത്തതാണ് പുള്ളിക്കാരിയുടെ നിലപാടുകളൊക്കെ. അപ്പം എന്തായാലും എനിക്ക് തോന്നുന്നു ഇലക്ഷൻ്റെ സമയം അടുത്തപ്പോഴത്തേക്ക് ഒരു കുറേ പൈസ എവിടെ നിന്നൊക്കെയോ മേടിച്ച് പുള്ളിക്കാരിക്കെതിരെ ഒരു വ്യാജ റേഷൻ കാർഡ് ആരോപണമായിട്ട് വന്നതായിട്ടാണ് എനിക്ക് തോന്നിയത്. കാരണം ഇത്രയും നാളൊന്നും ഇല്ലാത്ത ഒരു വ്യാജ റേഷൻ കാർഡ് ഒരു വിവാദം അല്ലെങ്കിൽ അങ്ങനൊരു സംഭവം ഇപ്പം കൊണ്ടുവരേണ്ട കാര്യം എന്താണ്? അപ്പം ഇതിൻ്റെ പുറകിലൊരു രാഷ്ട്രീയം ഇതിനകത്തുണ്ട്. അപ്പം അന്ന് ശ്രീനാദേവി കുഞ്ഞമ്മ ഇതിനെതിരെ പ്രതികരിച്ചുള്ളൊരു വാർത്ത ഉണ്ടായിരുന്നു. ആ ഒരു വാർത്തയും കൂടെ ഞാൻ ഇവിടെ വെച്ച് തരാം, അതും കൂടെ ഒന്ന് കണ്ടു. ഓക്കെ, അതെ, അവരുടെ സ്വപ്നം മലർപ്പൊടിക്കാരൻ്റെ സ്വപ്നം എന്നുള്ള പ്രയോഗത്തോടെ എനിക്ക് പറയാനുള്ളൂ. CPIയുടെ ജില്ലാ നേതൃത്വത്തോടും എനിക്ക് അങ്ങനെ തന്നെ പറയാനുള്ളൂ. നിങ്ങൾ ഇപ്പോൾ ഒരു കാര്യം കൂടി ഞാൻ ചോദിച്ചോട്ടെ, എന്നാ എൻ്റെ റേഷൻ കാർഡ് ഇന്ന് റദ്ദ് ചെയ്തത്? റേഷൻ കാർഡ് റദ്ദ് ചെയ്തിട്ട് ഇപ്പോൾ ഏതാണ്ട് ഒരു മാസത്തോളം ആവുന്നു. എന്തുകൊണ്ടാണ് ഇപ്പോൾ ഞാൻ ഈ പ്രമാണം രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് മാർച്ച് മാസം 7-ാം തീയതിയാണ്. ഈ വാർത്ത അവരറിയുന്നത് മാർച്ച് മാസം 8-ാം തീയതിയോടുകൂടി ഇതെല്ലാവരും അറിയുന്നു. 9-ാം തീയതി തൊട്ട് ഫേസ്ബുക്കിൽ പതിയെ പ്രചരണം തുടങ്ങുന്നു. നിങ്ങളിലേക്ക് വാർത്തകൾ എത്തുന്ന ഏത് ടീയിലാണ് നിങ്ങൾക്ക് തന്നെ അറിയാം. ഇന്നിപ്പോൾ 13-14 ആവുന്നു. അപ്പോൾ 7-ാം തീയതി രജിസ്റ്റർ ചെയ്ത ഈ പ്രമാണത്തിന് ശേഷം ഇനി ഈ കേസ് മുന്നോട്ട് പോയാൽ അവർക്ക് നിൽക്കാൻ സാധിക്കില്ല എന്നും ശ്രീപാർവതി എൻ്റെ കൂടെ സത്യം പറഞ്ഞുകൊണ്ട് സത്യസന്ധമായിട്ട് എനിക്ക് ഒപ്പമുണ്ട് എന്നും ഇപ്പോൾ ഞാൻ ആ വീടിൻ്റെ ലീഗൽ ഓണറാണ്. ഇനിയിപ്പോൾ ശ്രീജിത്തും ശ്യാംജിത്തും സഞ്ജിത്തും ആ പ്രമാണം ആ വീട് വിൽക്കുകയോ അല്ലെങ്കിൽ കൈമാറ്റം ചെയ്യുകയോ എന്ത് ചെയ്യണമെന്നുണ്ടെങ്കിലും എൻ്റെ ഒപ്പുകൂടി വേണ്ട സാഹചര്യമാണ്. പറയട്ടെ അതെ, ഞാൻ പറഞ്ഞോട്ടെ. അപ്പോൾ അത്തരത്തിലുള്ളൊരു സാഹചര്യം വരുമ്പോൾ ഉണ്ടായ വലിയ ആത്മസംഘർഷവും വലിയ ഫ്രസ്ട്രേഷനും ഓർക്കുണ്ട്. അത് CPIയുടെ പത്തനംതിട്ട ജില്ലാ നേതൃത്വത്തിന്, മുൻ ജില്ലാ സെക്രട്ടറിക്ക്, ഇപ്പോൾ എനിക്കെതിരെ ഇലക്ഷൻ്റെ പരാതി കൊടുത്തിട്ടുള്ള ആളെന്ന് പറയുന്നത് ഞാൻ പാർട്ടിയിൽ 2022-ൽ സഖാവ് കാനം രാജേന്ദ്രന് പരാതി കൊടുക്കുമ്പോൾ അതിൽ 2 പേരുടെ അഴിമതിയെക്കുറിച്ചാണ് പറഞ്ഞിട്ടുള്ളത്. തെരഞ്ഞെടുപ്പ് സംബന്ധിച്ച ഒരാളെക്കുറിച്ചും ഒരാളുടെ പൂർണ്ണമായ അഴിമതിയും. ആ 2 പേരിൽ ഒരാളാണ് എനിക്കെതിരെ ഇലക്ഷൻ പെറ്റീഷൻ ഫയൽ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇവരുടെ എല്ലാം വലിയ സ്വപ്നമായിരുന്നു സിവിൽ സപ്ലൈസ് വകുപ്പും റവന്യൂ വകുപ്പും CPIയുടേതാണ് എന്നുള്ളത് കൊണ്ട് ഈ 2 വകുപ്പുകളിലും തങ്ങൾക്ക് ചെലുത്താവുന്ന എല്ലാ പരമാവധി അധികാര ദുർവിനിയോഗവും നടത്തിക്കൊണ്ട് എന്നെ പുറത്താക്കുക എന്ന് പറയുന്ന, അയോഗ്യത കൽപ്പിക്കുക എന്ന് പറയുന്ന ഒരു വലിയ ഗൂഢാലോചന നടന്നു വരികയായിരുന്നു. ഇതിന്റെ ഭാഗമായിട്ട് തീർച്ചയായിട്ടുമാണ് ഞാൻ പത്തനംതിട്ട ജില്ലയിൽ സജീവമായി രാഷ്ട്രീയത്തിലും സംഘടനാ പ്രവർത്തനം നിൽക്കുന്നു. എനിക്ക് കൊല്ലം ജില്ലയിലെ സംഘടനാ പ്രവർത്തനമായിട്ട് ഒരു ബന്ധവുമില്ല. അവിടുത്തെ നേതാക്കൾക്ക് എത്ര പേർക്ക് ഈ കഴിഞ്ഞ കാലങ്ങളിൽ എന്നെ അറിയാമായിരുന്നു. ഞാൻ ഇവിടെ പത്തനംതിട്ട ജില്ലയിൽ അടൂരിൽ ജില്ലാ പഞ്ചായത്ത് മെമ്പറായി പള്ളിക്കൽ വന്നതിന് ശേഷം ഒരു പബ്ലിക് സ്പേസിലേക്ക് പലയിടത്തും സംസാരിക്കുന്ന സമയം വരുമ്പോഴാണ് കൊല്ലം ജില്ലയിലെ ചില പ്രാദേശികമായിട്ടുള്ള പരിപാടികൾ പങ്കെടുക്കും. കൂടുതലും കോട്ടയം എല്ലാ ജില്ലകളിലും എന്തെങ്കിലുമൊക്കെ പരിപാടികൾ വിളിക്കുമ്പോൾ പങ്കെടുക്കും. അങ്ങനെ പങ്കെടുക്കുമായിരുന്നു. ഞാൻ തീർച്ചയായിട്ടും പലയിടത്തും പ്രസംഗിക്കുവാനും പരിപാടികൾ പങ്കെടുക്കുവാനും പ്രഭാഷക എന്നുള്ള നിലയിലും 2014-15 ആ സമയം മുതൽ ഞാൻ കേരളത്തിൽ ഒരുപാടിടങ്ങളിൽ പങ്കെടുത്തിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് കൊല്ലം ജില്ലയിൽ വിളിക്കുമ്പോൾ ഞാൻ കൊല്ലം ജില്ലയിൽ പോകാറുണ്ട്. അതല്ലാതെ കൊല്ലവുമായിട്ട് എനിക്ക് സംഘടനാപരമായിട്ടോ രാഷ്ട്രീയപരമായിട്ടോ യാതൊരു ബന്ധമോ ഒരു അംഗത്വം പോലും അവകാശപ്പെടാനില്ല. കാരണം കൊല്ലം ജില്ലയിലെ ഒരു സംഘടന, ഏറ്റവും കുറഞ്ഞതൊരു സാംസ്കാരിക സംഘടനയുടെ പോലും ഭാഗമായി ഞാൻ കൊല്ലം ജില്ലയിൽ പ്രവർത്തിച്ചിട്ടില്ല. അപ്പോൾ വിളിക്കുന്നിടത്തേക്ക് സംസാരിക്കാൻ പോകുന്നു. അടിപൊളി. എന്തായാലും 8ന്റെ പണി തന്നെയാണ് അവർക്ക് കിട്ടിയിട്ടുള്ളത്. പരാതിയുമായിട്ട് പോയിട്ടുള്ള സ്വന്തം കുടുംബക്കാരാണ്, കുടുംബ പ്രശ്നമാണ് ഇത്. രാഷ്ട്രീയപരമായിട്ട് തന്നെ അവർ പറയുന്നത് ഇത് രാഷ്ട്രീയപരമായിട്ട് നമ്മൾ ആരും ഒരു പാർട്ടിയും സ്വാധീനിച്ചിട്ടില്ല, ഒരു പാർട്ടിയും ബന്ധപ്പെട്ടിട്ടില്ല എന്ന് പറയും. പക്ഷേ ഇത് രാഷ്ട്രീയപരമായിട്ടാണ് ഇത് പോയേക്കുന്നതെന്ന് ഇത് ഈ വാർത്ത കാണുമ്പോഴത്തേക്ക് നമുക്ക് മനസ്സിലാക്കാം. ഈ പരാതി കൊടുത്തിട്ടുള്ള ആളുകൾ, ശ്രീനാദേവി കുഞ്ഞമ്മയുടെ സ്വന്തക്കാരെന്ന് പറയുന്ന ആളുകൾ
പരാതിയുമായിട്ട് വരുന്നതിൻ്റെ ഒരു ഇത് കാണുമ്പോഴത്തേക്ക് തന്നെ നമുക്കതിൽ മനസ്സിലാവുന്നേ ഉള്ളൂ. പിന്നെ ഇപ്പം ശ്രീനാദേവി കുഞ്ഞമ്മ പറഞ്ഞേക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ 8ൻ്റെ പണി കൊടുത്തേക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി ആ വസ്തു വിൽക്കണമെങ്കിലോ അതിനകത്ത് എന്തെങ്കിലും ഈ പറഞ്ഞിട്ടുള്ള തിരിമറിയോ ലോണോ കാര്യങ്ങളോ എടുക്കണമെന്നുണ്ടെങ്കിലോ പുള്ളിക്കാരിയുടെ അനുമതി, പുള്ളിക്കാരി ലീഗലി പുള്ളിക്കാരി കൊണ്ട് അതിൻ്റെ ഒരു അവകാശമുണ്ട്, പുള്ളിക്കാരി ഓണറാണ്. അപ്പം അതിനകത്ത് ഇനി എന്ത് ചെയ്യണമെങ്കിലും പുള്ളിക്കാരിയുടെ അനുവാദം വേണം, പുള്ളിക്കാരിയുടെ ഒപ്പുണ്ടെങ്കിലേ പരിപാടി നടക്കും. ഇനി എന്തായാലും പുള്ളിക്കാരി ആ ഒപ്പിട്ട് കൊടുക്കുമെന്ന് തോന്നുന്നില്ല. കാരണം ഇത്രയും നാറ്റിച്ചാണല്ലോ സമൂഹത്തിന് മുമ്പിൽ വ്യാജരേഖ ചമച്ചു റേഷൻ കാർഡ് ഉണ്ടാക്കിയെന്ന് പറഞ്ഞ് അടിച്ചിറക്കിയതാണല്ലോ. എന്തായാലും പുള്ളിക്കാരി ഇനി അതിനൊട്ട് വഴങ്ങുമെന്ന് തോന്നുന്നില്ല. എന്തായാലും 8ൻ്റെ പണിയാണ് തിരിച്ചു കിട്ടിയത്. അപ്പോൾ എന്തായാലും നിങ്ങളെയൊക്കെ അഭിപ്രായം ഉറപ്പായിട്ട് കമൻറ്റ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക. എല്ലാവരും ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഉറപ്പായിട്ട് ചാനൽ കൂടെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ വരാം. സീ യു.